Okay, good afternoon to all. Last class we were discussing about the different types of phase diagram. Different types of phase diagram ആണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നോക്കുന്നുണ്ടായത്. അപ്പോൾ അതിൽ construction of phase diagram, that's what we are dealing yesterday. So it is generally classified into three types. Phase diagrams are generally classified into three types. First one is unary phase diagram, second is binary phase diagram, and third is ternary phase diagram. Okay, so clear ആയിട്ട് കാണാമല്ലോ സ്ലൈഡ്. ത്രീ ടൈപ്സ് ആയിട്ടാണ് ഫേസ് ഡയഗ്രാംസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം യൂണറിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞ വാട്ടർ വരുന്നത് അല്ലെ. വാട്ടറിന്റെ ഒരു ഫേസ് ഡയഗ്രാം നമുക്കറിയാം. വാട്ടറിന്റെ ഡിഫറെന്റ് ഫേസ് ചേഞ്ച് കാണിക്കുന്ന ഒരു ഡയഗ്രാം അല്ലെ. അത് ലിക്വിഡ് നിന്ന് വേപ്പർ ആവുന്നു, ലിക്വിഡ് നിന്ന് സോളിഡ് ആവുന്നു. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം നമ്മൾ ഇന്നലെ കണ്ടു. സോ ദാറ്റ് ബിലോങ്സ് ടു യൂണറി ഫേസ് ഡയഗ്രാം. പിന്നെ ബൈനറി ഫേസ് ഡയഗ്രാം, കോപ്പർ നിക്കൽ അലോയ്, അതൊരു ബൈനറി ഫേസ് ഡയഗ്രാമിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ മോർ ദാൻ 2 കോമ്പോണൻസ് വരുന്നുണ്ട് അല്ലെ. നമ്പർ ഓഫ് കോമ്പോണൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വാട്ട് ആർ ദ ഡിഫറെന്റ് ഡയഗ്രാം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. മോർ ദാൻ 2 കോമ്പോണൻസ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ അതിനെ ടെർണറി ഫേസ് ഡയഗ്രാം എന്ന് പറയും. സോ നമ്മളെ ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ബൈനറി ഫേസ് ഡയഗ്രാംസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പൊ യൂണറി ഫേസ് ഡയഗ്രത്തിന്റെ ഫിഗർ നമ്മൾ ഇന്നലെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു. അതിനുശേഷം നമ്മൾ ബൈനറി ഫേസ് ഡയഗ്രാം നോക്കി. അതിന്റെ കൺസ്ട്രക്ഷൻ ഞാൻ ഒന്നുകൂടി കൺസ്ട്രക്ഷൻ പറയുന്നില്ല. ഇന്നലെ നമ്മൾ നോക്കിയതാണ് കൺസ്ട്രക്ഷൻ. ഇന്നലെ നമ്മൾ നോക്കിയ കൺസ്ട്രക്ഷനിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഈ കേഴ്സർ കാണുന്ന ഇവിടുന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റ് സൈഡിലേക്കായിരുന്നു നമ്മൾ വരച്ചാലേ. അത് ആ ഡയഗ്രത്തിന്റെ ഡിഫറെന്റ് ഇവിടെ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മെറ്റീരിയലിന്റെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും എങ്ങനെയാണ് അതുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ? ഒന്ന് കമന്റ് ചെയ്തൊക്കെ. സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ? ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. കാണുന്നില്ല? ഇപ്പം കാണുന്നില്ല. ഇല്ല, ഒരു സെക്കൻഡ്. അപ്പൊ അതിൽ നമ്മൾ ബൈനറി ഫേസ് ഡയഗ്രത്തിന്റെ ഇതിപ്പോ വരും. ബൈനറി ഫേസ് ഡയഗ്രത്തിന് നമ്മൾ നോക്കിയത് അതിന്റെ കൺസ്ട്രക്ഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം അതിൽ കൂളിംഗ് കേഴ്സ് അല്ലെ. കൂളിംഗ് കേഴ്സ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായത്. ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പോ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കൂളിംഗ് കേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തല്ലേ. അപ്പൊ കൂളിംഗ് കേഴ്സ് നമ്മൾ പ്ലോട്ട് ചെയ്തു. അപ്പൊ ഈ എക്സാമ്പിൾ എന്താണ്? 2 കോമ്പോണന്റ് അല്ലെ. ഇതിൽ എയും ബി ആണ് കോമ്പോണന്റ്. ഇതിൽ നോക്കിയ ലെഫ്റ്റ് സൈഡിലുള്ളത് എ കോമ്പോണന്റ് ആണ്. അപ്പൊ അവിടെ 100% എ ഉണ്ടാവും. അതിന് ആ എ കോമ്പോണന്റിലേക്ക് നമ്മൾ എന്താണ് ബി എന്നുള്ള ഒരു കോമ്പോണന്റ്, രണ്ടാമത്തെ ഒരു മെറ്റീരിയൽ അല്ലെ എലമെന്റ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് പോവാണ്. അതിന്റെ കോമ്പോസിഷൻ ആണ് കാണിക്കുന്നത് അല്ലെ. 10, 20, 40 നമ്മൾ ഇന്നലെ ചെയ്തു. ഓക്കെ, അപ്പൊ ഇന്നലെ നോക്കിയ എക്സാമ്പിളിൽ എ എന്നുള്ള കോമ്പോണന്റിന്റെ മെൽറ്റിംഗ് പോയിന്റ് ബി എന്നുള്ള കോമ്പോണന്റ് മെൽറ്റിംഗ് പോയിന്റിനെക്കാളും കുറവായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പൊങ്ങിപ്പോയത് അല്ലെ. നമ്മൾ ഇന്നലെ വരച്ച ഈ രണ്ടാമത്തെ ഗ്രാഫ് നോക്കി. ഇവിടെ കാണുന്ന രണ്ടാമത്തെ ഗ്രാഫ് ഇതുപോലെ അല്ല, ഇതിന്റെ ഓപ്പോസിറ്റ്. അതായത് ലെഫ്റ്റ് നിന്നും റൈറ്റിലേക്ക് അത് പോസിറ്റീവ് സ്ലോപ്പ് ആയിട്ടാണ് ഉള്ളത് അല്ലെ. ഇത് നേരെ അതിന്റെ തിരിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ വരച്ച എക്സാമ്പിൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേറൊരു എക്സാമ്പിൾ ആയിരുന്നു അത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ എ എന്നുള്ള ഈ എലമെന്റിന്റെ മെൽറ്റിംഗ് പോയിന്റ് ബി എന്നുള്ളതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് പ്യുവർ എ ആണെന്ന് ഈ ലൈനിൽ കാണിക്കുന്നത്. അല്ല, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് സംവെയർ ഇയർ വരും, ഇവിടെ വരും. ബി എന്നുള്ളതിന്റെ സംവെയർ ഇയർ വരും. അപ്പൊ അതിന്റെ ഇടയിൽ കാണുന്നതൊക്കെ എന്താണ്? ഇതിന്റെ രണ്ടിനും മിക്സ് ആണ്. ഇതിന് രണ്ടിനും മിക്സ് ആണ് ഇതിന് കാണുന്നത്. ഒരു സെക്കൻഡ്, നിങ്ങളെ സ്ക്രീന് ഒന്നും കൂടി പോയി തോന്നുന്നു. ഞാൻ ഒരു സെക്കൻഡ് അത് ശരിയാക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഡയഗ്രാമാണ് ഇന്ന് നമ്മൾ ഇതിൽ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക്
ഈ ഡയഗ്രത്തിൽ നമുക്കറിയാം എങ്ങനെയാണ് ഈ നമ്മളെ ഫൈനൽ ഫേസ് ഡയഗ്രം പ്ലോട്ട് ചെയ്തത്. നമ്മൾ ഇതുപോലത്തെ സീരീസ് ഓഫ് കൂളിംഗ് കേഴ്സ് വരച്ചിട്ട് അതിന്റെ ലിക്വിഡസ് ടെമ്പറേച്ചറും അതിന്റെ സോളിഡസ് ടെമ്പറേച്ചറും ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ കൂളിംഗ് കർവ് പ്ലോട്ട് ചെയ്തത് അല്ലെ. അത് നിങ്ങൾക്ക് അറിയാം. അതെങ്ങനെയാണ് ഇവിടെ നമുക്ക് ഈ സോളിഡസ് ടെമ്പറേച്ചറും ലിക്വിഡസ് ടെമ്പറേച്ചറും കിട്ടിയത്? ബിക്കോസ് അവിടെ നമുക്ക് രണ്ട് കോമ്പണന്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് പറയുന്നത് ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ ആണ് വരുന്നത് അതിന്റെ അല്ലെ. അതായത് ഈ കൂളിംഗ് കർവിന്റെ ഈ രണ്ട് ഡോട്ട് പോയിന്റ് കാണിക്കുന്നില്ല, ആ പോയിന്റിന്റെ ഇടയിൽ അതെന്താണ്, അത് സോളിഡ് രൂപത്തിലുണ്ട്, അത് അതിന്റെ ലിക്വിഡ് രൂപത്തിലുണ്ട് അല്ലെ. അപ്പോൾ അതിന്റെ ലോവർ പോയിന്റിന് ശേഷമാണ് അത് കംപ്ലീറ്റ് സോളിഡ് ആയി മാറുന്നത്. അപ്പർ പോയിന്റിന് മുകളിൽ അത് കംപ്ലീറ്റ് ലിക്വിഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് ജോയിൻ ചെയ്ത ലൈനെ നമ്മൾ ലിക്വിഡസ് ലൈനും സോളിഡസ് ലൈൻ എന്നും വിളിക്കുന്നത്. ലിക്വിഡസ് ലൈൻ എന്ന് പറഞ്ഞാൽ അബവ് ദാറ്റ് ലൈൻ the material will be liquid in the form of liquid phase. Solidus line, below the solidus line, the material will be in the form of solid solution, that is solid. അപ്പൊ അതാണ് നമ്മൾ ഇന്നലെ നോക്കിയത് അതിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ അത് ഇന്നലത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടി അത് ബ്രഷപ്പ് ചെയ്യാം. അതിന്റെ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ നോക്കിയത് ഇന്നലെ. അതിനുശേഷം നമ്മൾ വരുന്നതാണ് അടുത്തൊരു ടോപ്പിക്കാണ് ഗിബ്സ് ഫേസ് റൂൾ. നമ്മൾ ഓൾറെഡി എന്താണ് ഫേസ് നമ്മൾ നോക്കി, എന്താണ് കോമ്പോണന്റ് നോക്കി അല്ലെ. കോമ്പോണന്റ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് ഉണ്ട് എന്നാണ് കോമ്പോണന്റ് എന്ന് പറയുന്നത്. ഫേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിഫറെന്റ് ഫേസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞു സോളിഡ് അല്ല, നമുക്കറിയാം മാറ്ററിന്റെ 3 ഫേസ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അറിയാം. പക്ഷെ നമ്മുടെ ഫേസ് ഡയഗ്രത്തിന്റെ കേസിൽ ഫേസ് എന്ന് പറയുമ്പോൾ അതിൽ സോളിഡ് ഫേസ് എന്ന് പറയുമ്പോൾ അതിൽ ഡിഫറെന്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് വിൽ ബി കൺസിഡേർഡ് ഫോർ ഡിഫറെന്റ് ഫേസസ്. ഇപ്പൊ FCCയും BCC സ്ട്രക്ചറും സോളിഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് രണ്ടിനും രണ്ട് ഫേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ഓർമ്മ വേണം. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ വേണ്ടി ഇത് പോകുന്നത് ഗിബ്സ് ഫേസ് റൂൾ. അപ്പൊ ഗിബ്സ് ഫേസ് റൂൾ എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. ഗിബ്സ് ഫേസ് റൂൾ എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് കോമ്പോണന്റ്സ്, നമ്പർ ഓഫ് ഫേസസ് ആൻഡ് ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ 3 ടേംസും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമ്മളെ ഗിബ്സ് ഫേസ് റൂൾ തരുന്നത്. ഓക്കെ, നമുക്കറിയാം P എന്ന് വെച്ചാൽ അതിൽ നമ്പർ ഓഫ് ഫേസസ് ആണ്, നമ്പർ ഓഫ് ഫേസസ് ഇൻ ഇക്വിലിബ്രിയം. C എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കോമ്പോണന്റ്സ് പ്രസന്റ് ഇൻ ദാറ്റ് അലോയ് സിസ്റ്റം. ഓക്കെ, F is the degree of freedom. ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് F. അപ്പൊ നോക്കി അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് F is equal to C minus P plus 2. ഓക്കെ, F is equal to C minus P plus 2. അതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അപ്പൊ അതിൽ എന്താ നമുക്ക് കോമ്പോണന്റും ഫേസ് പറയാം. എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം? ദ ഡിഗ്രി ഓഫ് ഫ്രീഡം റെഫേഴ്സ് ടു ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇവിടെ നമ്മൾ വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ലാണ്. We are using temperature, pressure or the composition like concentration അല്ലെ. നമ്മൾ പ്രഷറും ടെമ്പറേച്ചറും വേരിയബിൾ ആണ് ഇതിൽ. അതുകൂടാണ്ട് എന്താണ് പിന്നെ വേരി ചെയ്യുന്ന സാധനം നമ്മുടെ കോമ്പോസിഷൻ ആണ് അല്ലെ, അതിന്റെ കോൺസെൻട്രേഷൻ ആണ് വേരി ചെയ്യുന്നത്. സോ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം റെഫേഴ്സ് ടു ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വിച്ച് ക്യാൻ ബി ചേഞ്ച്ഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ അതർ വേരിയബിൾ. അതായത് നമുക്ക് ഇപ്പൊ നമുക്കുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾ 3 വേരിയബിൾ ഉണ്ട്. ഇതിൽ നിന്ന് എത്ര വേരിയബിൾ നമുക്ക് ബാക്കിയുള്ള വേരിയബിൾസിനെ എഫക്ട് ചെയ്യാണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ടെമ്പറേച്ചർ മാറ്റിയാണ്. ടെമ്പറേച്ചർ മാറ്റുമ്പോൾ ടെമ്പറേച്ചർ ഞാൻ ഒരു ഫിക്സ്ഡ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രഷറും കോമ്പോസിഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഒരു പർട്ടിക്കുലർ പ്രഷർ ആൻഡ് കോമ്പോസിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കതിന് അത് ഡിപ്പെൻഡ് ആണ് അല്ലെ. അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ടെമ്പറേച്ചറിന്. ഞാൻ കോമ്പോസിഷൻ ഒരു 40% കോമ്പോസിഷനിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറും പ്രഷറും നോക്കുകയാണെങ്കിൽ അതിനൊരു കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഉണ്ടാവും. എപ്പോഴും ഞാൻ കോമ്പോസിഷൻ മാറുന്നതിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ. അപ്പൊ അതായത് അത് വേരി ചെയ്യുന്നില്ല, അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. ഈ കേസിൽ എന്താ പറയുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അപ്പോസ് ടു ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതായത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇപ്പൊ ടെമ്പറേച്ചർ മാറ്റിയാലും അതിനനുസരിച്ച് ഡിഫറെന്റ് പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ കിട്ടുകയാണ് നമ്മൾ അതിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയും. So out of these independent variables, pressure is usually ignored in the case of liquids and solids. So നമുക്ക് അപ്പൊ നമ്മളെ ഈ ഇക്വേഷനിലെ അവസാനത്തെ 2 എന്ന് കാണിക്കുന്നത് എന്താണ്, ഈ പ്രഷറും ടെമ്പറേച്ചറിന്റെ ഈ 2 വേരിയബിൾസിനെയാണ് 2 എന്ന് കാണിക്കുന്നത്. അപ്പോൾ യൂഷ്വലി പ്രഷർ ഈസ് ഇഗ്നോർഡ് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ്. നമ്മൾ ഇതിൽ ഡീൽ ചെയ്യുന്നത് ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ് ആണ്, ഗ്യാസസ് ഫേസ് വരുന്നില്ല. സോ ഫേസ് റൂളിൽ ഒന്നും കൂടി മോഡിഫൈ ചെയ്യും നമ്മുടെ കേസിൽ. F is equal to C minus P plus 2 ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന സിസ്റ്റം ഒക്കെ നോക്കി അതിൽ ഒരു ലിക്വിഡ് ഫേസ് ഉണ്ടാവും, ഒരു സോളിഡ് ഫേസ് ഉണ്ടാവും, പിന്നെ ലിക്വിഡ് ആൻഡ് സോളിഡ് കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ കേസിൽ നമ്പർ ഓഫ് ഫേസസ് 3 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം 2 കോമൺ സിസ്റ്റം ആണ്. കോപ്പർ നിക്കൽ അലോയ് സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ 2 കോമൺ സിസ്റ്റം ആണ്, കോപ്പർ ഉണ്ട് നിക്കലും ഉണ്ട് അല്ലെ. പക്ഷെ അതിൽ കിട്ടുന്ന ഫേസസ് ഏതൊക്കെയാണ്? അതിൽ ലിക്വിഡ് ഫേസസ് കിട്ടുന്നുണ്ട്, പ്യുവർ സോളിഡ് ഫേസ് കിട്ടുന്നുണ്ട്, കോമ്പിനേഷൻ ഓഫ് ലിക്വിഡ് ആൻഡ്
അതായത് എൽ പ്ലസ് ആൽഫ. ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത് സോളിഡ് സൊല്യൂഷനെയാണ്, അതായത് സോളിഡ് ഫേസിനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു 2 കോമ്പണന്റ് 2 മൈനസ് 3 പ്ലസ് 1, അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈക്വൽ ടു 0. എന്ന് വെച്ചാൽ എന്താണ്? ആ സിസ്റ്റം ഒരു ഇൻവാരിയന്റ് സിസ്റ്റമാണ്. ഓക്കെ, അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഇല്ല. ഓക്കെ, അതാണ് എഫ് ഫിസിക്കൽ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വിച്ച് ക്യാൻ ബി ചേഞ്ച്ഡ് വിത്തൗട്ട് എഫക്ടിങ് ദ അതർ വേരിയബിൾസ്. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇല്ലെങ്കിൽ അതിന്റെ വാല്യൂ 0 ആവും. അപ്പൊ നമുക്ക് നോക്കുന്ന, നമ്മളിപ്പോ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ വി ആർ ഡീലിംഗ് അബൌട്ട് ദ ബൈനറി സിസ്റ്റംസ്. ഓക്കെ, ഇപ്പോ കുറെ ടൈപ്സ് ഓഫ് ബൈനറി സിസ്റ്റം ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയ രണ്ട് സിസ്റ്റം ആണ്. വൺ ഈസ് ഐസോമോർഫസ് സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ യൂടെക്റ്റിക് സിസ്റ്റം. കുഴപ്പമില്ലല്ലോ? ഹലോ, ഓക്കെ. ഇല്ല സർ. ഐസോമോർഫസ് സിസ്റ്റം എന്നാണ് വെൻ ടു കോമ്പൗണ്ട്സ് ആർ മിക്സഡ്. അപ്പൊ നമ്മൾ ഇതെല്ലാം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഹ്യൂം റോത്തറി റൂൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഹ്യൂം റോത്തറി റൂൾ എന്താ പറയുന്നത്? നമുക്ക് സൊല്യൂബിലിറ്റി ലിമിറ്റ് ഉണ്ടല്ലേ, ഈ രണ്ട് അലോയ്, അതായത് രണ്ട് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഒരു മെറ്റീരിയൽ മറ്റതിലേക്ക്, അല്ലെങ്കിൽ ഒരു മെറ്റൽ ഒരു എലമെന്റ് മറ്റതിലേക്ക് സൊല്യൂബിൾ ചെയ്യാനുള്ള എല്ലാതിന് ലിമിറ്റ് ഉണ്ട്. ചിലത് ചിലതിന് അൺലിമിറ്റഡ് സൊല്യൂബിലിറ്റി ആയിരിക്കും, അതായത് അത് കംപ്ലീറ്റും അതിൽ സൊല്യൂബിൾ ആവും. ചിലത് പറഞ്ഞാൽ അപ്പൊ മിക്കവാറും സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂഷൻ ഒക്കെ എന്താണ് അൺലിമിറ്റഡ് സൊല്യൂബിലിറ്റി ഇല്ലാന്ന്. പക്ഷെ എന്നിരുന്നാലും അതിൽ ചിലതിനൊക്കെ ലിമിറ്റഡ് സൊല്യൂബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ ലിമിറ്റഡ് സൊല്യൂബിലിറ്റി വരുന്നു? അതിനാണ് നമ്മൾ ഹ്യൂം റോത്തറി റൂൾ നോക്കിയത്. കാരണം ഒരു 4 റൂൾസ് ഉണ്ടല്ലോ, 4 ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ അത് ഫെയിൽ ആയാലും നമുക്ക് കംപ്ലീറ്റ് സൊല്യൂബിലിറ്റി കിട്ടൂല അല്ലെ. ആ ക്രൈറ്റീരിയ എല്ലാം പാസ് ചെയ്യണം അല്ലെ. അതായത് 15% ഡിഫറൻസ് വേണം, സൈസ് സെയിം ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ് അല്ലെ, വാലൻസിയും ഇലക്ട്രോനെഗറ്റിവിറ്റിയും സെയിം, ഓൾമോസ്റ്റ് സെയിം, ഈക്വൽ ആണ്, അടുത്തടുത്താണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ കംപ്ലീറ്റ് സൊല്യൂബിലിറ്റി പോസിബിൾ ആവും. ഓക്കെ, സോ ഐസോമോർഫസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ടു കോമ്പോണന്റ്സ് ആർ മിക്സ്ഡ് they could be completely soluble in liquid state as well as in solid state. അപ്പൊ രണ്ട് കോമ്പണന്റ് മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും ഉണ്ടല്ലേ. ലിക്വിഡ് സ്റ്റേറ്റ് നമ്മൾ സ്ലോ കൂളിംഗ് ചെയ്യുമ്പോൾ നമുക്ക് സോളിഡ് സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോ ഈ രണ്ട് കോമ്പണന്റും മിക്സ് ചെയ്തപ്പോൾ ഈ വെദർ ഇഫ് ഇറ്റ് ഈസ് ഗിവിംഗ് കംപ്ലീറ്റ് സോലിബിലിറ്റി ഇൻ ബോത്ത് ലിക്വിഡ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്, ദെൻ സച്ച് സിസ്റ്റംസ് ആർ നോൺ ആസ് ഐസോമോർഫസ് സിസ്റ്റം. പിന്നെ വേറെ ടൈപ്പ് ഓഫ് സിസ്റ്റം ഉണ്ട്. അതിലെന്താണ്? സോളിഡ് ലിക്വിഡ് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂബിൾ ചെയ്യും രണ്ട് കോമ്പണന്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഇൻസൊല്യൂബിൾ ഓർ ഇറ്റ് വിൽ ബി പാർഷ്യലി സൊല്യൂബിൾ. ഓക്കെ, ലിക്വിഡ് സ്റ്റേറ്റിൽ കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആയിരിക്കും, പക്ഷെ സോളിഡ് സ്റ്റേറ്റിന്റെ കേസിൽ ഒന്നെങ്കിൽ അത് പാർഷ്യലി ആയിരിക്കും സൊല്യൂബിൾ ആവുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻസൊല്യൂബിൾ ആയിരിക്കും. അത്തരത്തിലുള്ള സിസ്റ്റത്തിനെ നമ്മൾ യൂടെക്റ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് സിസ്റ്റം. പിന്നെ വരുന്ന സിസ്റ്റംസ് ഒക്കെ പിന്നെയും ഉണ്ട്. ഇപ്പൊ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന സിസ്റ്റംസ് ഒക്കെ യൂടെക്റ്റിക് സിസ്റ്റത്തിന്റെ തന്നെ വേരിയേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഒന്ന് യൂടെക്റ്റിക് സിസ്റ്റം വിത്ത് മൂന്നാമത്തത് ടെർമിനൽ സോളിഡ് സൊല്യൂഷൻ. പിന്നെ വരുന്ന ഒന്ന് ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട് ഫോർമേഷൻ ആണ് മൂന്നാമത്തെ വരുന്നത്. ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട് ഫോർമേഷൻ അതിന്റെ ഒരു സിസ്റ്റമാണ്. നാലാമത് വരുന്ന ഒന്ന് ഫിഫ്ത് ആയിട്ട് വരുന്ന ഒന്ന് പെരിടെക്റ്റിക് സിസ്റ്റം ആണ്, പെരിടെക്റ്റിക് ഫേസ് ഡയഗ്രാം. ഓക്കെ, അപ്പൊ നമ്മളെ ഈ ഫേസ് ഡയഗ്രാം വരക്കുമ്പോൾ ഇതിൽ പല കോമ്പോസിഷനും പല സ്ഥലത്ത് വരുന്നുണ്ട് അല്ലെ. ഇതിന്ന് സോളിഡ് നിന്ന് ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നുണ്ട്, സോളിഡ് സോളിഡ് ആയിട്ട് മാറുന്നുണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ. നമ്മൾ കൂൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മാറ്റങ്ങൾ നമുക്ക് കിട്ടുന്നത് അല്ലെ. കൂളിംഗ് കർവ് നമ്മൾ പ്ലോട്ട് ചെയ്തത്. അപ്പൊ കൂൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സോളിഡ് ലിക്വിഡ് ആയി മാറും. ഈ ലിക്വിഡ് ചിലപ്പോൾ വീണ്ടും ലിക്വിഡ് സോളിഡ് ആയി മാറും. അതിനുശേഷം ആ സോളിഡ് വീണ്ടും ചിലപ്പോൾ സോളിഡ് എ ആൻഡ് ബി ആയിട്ട് രണ്ട് സോളിഡ് ആയിട്ട് മാറാം. ഓക്കെ, അപ്പോ അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. ഇതിൽ ഒരുപാട് ഇൻവാരിയന്റ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ആ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ നോക്കും. അപ്പൊ ഇത് ക്ലാസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഐസോമോർഫസ് സിസ്റ്റം ആണ്. ഐസോമോർഫസ് സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങളോട് ഐസോമോർഫസ് സിസ്റ്റോ അല്ലെങ്കിൽ ഒരു ബൈനറി സിസ്റ്റം എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എക്സാമ്പിൾ വെച്ചിട്ടുള്ള ഫേസ് ഡയഗ്രാം വേണം പ്ലോട്ട് ചെയ്യാം. ഇപ്പൊ ഒരു കോപ്പർനിക്കൽ സിസ്റ്റം ആണ് ബൈനറി സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ. അപ്പൊ കോപ്പർനിക്കൽ സിസ്റ്റം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കോപ്പറിന്റെ നോർമൽ പ്രഷറിലുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറിലുള്ള അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1085 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഇവിടെ കാണിക്കുന്നുണ്ട്. 1085 ഡിഗ്രി സെൽഷ്യസ് ആണ് കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ്. നമ്മൾ ഈ കോപ്പറിലേക്ക് എന്തിനാ ആഡ് ചെയ്യുന്നത്? നമ്മൾ നിക്കൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിക്കൽ ആഡ് ചെയ്തുകൊണ്ട് പോവുകയാണ് കോപ്പറിലേക്ക് അല്ലെ. അപ്പൊ 100% നിക്കലാണ് നമ്മൾ ഈ റൈറ്റ് ഹാൻഡിൽ കിട്ടുന്നത്. നമുക്ക് 100% നിക്കലാണ്.
100% നിക്കലാണ്. അപ്പൊ നമുക്ക് അറിയാം ഇവിടെ നമ്മൾ എന്താണ് ആദ്യം 0% ആയിരുന്നു നിക്കൽ. അപ്പോൾ ഈ ഒരു പോയിന്റ് കിട്ടി. 10% നിക്കലാകുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമ്മളൊരു കൂളിംഗ് കർവ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടല്ലേ, ഇന്നലെ നമ്മൾ കണ്ട പോലെ ഒരു കൂളിംഗ് കർവ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്പൊ അതിൽ ശരിക്കും ഈ ഒരു കൂളിംഗ് കർവ് എന്ന് പറയുന്നത് അതിൽ 2 ഇൻഗ്രീഡിയന്റ് ഉണ്ടല്ലേ. അപ്പൊ അതിന്റെ മെൽറ്റിംഗ് എന്താണ്? മെൽറ്റിംഗ് ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വെച്ചിട്ടാണ് അത് മെൽറ്റ് ചെയ്യുന്നത് അല്ലെ. മെൽറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, അതിനുശേഷം അത് ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസ് കോഎക്സിസ്റ്റ് ചെയ്യും, അതിനുശേഷം അത് കംപ്ലീറ്റ് അത് സോളിഡ് ആയി മാറും. അപ്പോൾ അതിന്റെ സോളിഡസ് ലിക്വിഡസ് പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ കർവ് കിട്ടിയത്. അപ്പൊ ഇതുപോലത്തെ ഒരു കർവാണ് അതിന്റെ ഫേസ് ഡയഗ്രാം, ഏതിന്റെ കോപ്പർ നിക്കൽ സിസ്റ്റത്തിന്റെ. അങ്ങനെ നിക്കൽ ആഡ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അല്ലെ. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അവസാനം നമുക്ക് എന്താണ് പ്യുവർ നിക്കലിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്ര കിട്ടിയത്? 1453 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. അപ്പോൾ മച്ച് ഹയർ ദാൻ ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ. ഓക്കെ, അപ്പോ ഇതിൽ കാണിക്കുന്ന എന്താണ്? എച്ച് ആക്സിസിൽ കാണിക്കുന്ന കോമ്പോസിഷൻ, അത് വെയിറ്റ് പെർസെന്റേജ് ഓഫ് നിക്കലാണ്. ഇപ്പൊ ഇവിടെ 0 ഉദ്ദേശിക്കുന്ന എന്താണ്? ഇവിടെ 0% ആണ് നിക്കലില്ലേ, എന്ന് വെച്ചാൽ ഇവിടെ 100% കോപ്പർ ഉണ്ടാവും. ഇവിടെ 100 കാണിക്കുന്ന എന്താണ്? റൈറ്റ് സൈഡിൽ ഇവിടെ 100% നിക്കലാണ്, എന്ന് വെച്ചാൽ 0% കോപ്പർ. അപ്പൊ ഇൻ ബിറ്റ്വീൻ ദാറ്റ് അതിൽ എന്താ കാണിക്കുന്നത്? അത് വേരിയേഷൻ ഇൻ ഡിഫറെന്റ് സൊല്യൂബിലിറ്റി ആണ് ഇൻ ബിറ്റ്വീൻ കാണിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് പ്യുവർ നിക്കലും ലെഫ്റ്റ് സൈഡിൽ പ്യുവർ കോപ്പറും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫേസ് ഡയഗ്രം നോക്കിയാൽ ഫേസ് ഡയഗ്രം നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഫേസസ് ഉണ്ട് നമുക്ക് മനസ്സിലായി. ഇവിടെ 3 ഉണ്ട് അല്ലെ. മുകളിൽ നോക്കിയ ഒരു ലിക്വിഡ് ഫേസ് ഉണ്ട്, അവിടെ കംപ്ലീറ്റ് ലിക്വിഡ് ആയിരിക്കും ഉണ്ടാവില്ല. ഇതിന്റെ ഈ കോപ്പറിന്റെയും നിക്കലിനും ലിക്വിഡ് ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അബൌവ് ദ ലിക്വിഡസ് ലൈൻ. സോ വാട്ട് അബൌട്ട് ബിലോ ദ സോളിഡസ് ലൈൻ? അപ്പൊ ലിക്വിഡസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഡെഫിനിഷൻ? ലിക്വിഡസ് ലൈൻ ദ ലൈൻ അബൌവ് വിച്ച് ദ മെറ്റീരിയൽ ഈസ് കംപ്ലീറ്റ്ലി ലിക്വിഡ്, ആൻഡ് ദ സോളിഡസ് ലൈൻ ഇസ് എ ലൈൻ ജോയിനിങ് ദ സോളിഡസ് ടെമ്പറേച്ചർ, ആൻഡ് ഇറ്റ് ഈസ് എ ലൈൻ below which the material is completely solid. ഓക്കെ, അപ്പൊ സോളിഡസ് ലൈനിന്റെ താഴെ നോക്കി അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സോളിഡ് ആയിരിക്കും, എന്ന് വെച്ചാൽ സോളിഡ് സൊല്യൂഷൻ ആയിരിക്കും. ആ സോളിഡിനെയാണ് നമ്മൾ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതുപോലെ ഗ്രീക്ക് ലെറ്റേഴ്സ് ആൽഫ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തത്. ആൽഫ ബീറ്റ ഗാമ ഒക്കെ വെച്ച് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും. അത് ഓരോ ക്രിസ്റ്റൽ സ്ട്രക്ചർ അനുസരിച്ചിട്ട് അതിന്റെ മാറും നൊട്ടേഷൻസ്. അപ്പൊ ആൽഫയാണ്, ആൽഫ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ സോളിഡ് സൊല്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ സോളിഡസ് ആൻഡ് ലിക്വിഡസ് ലൈൻ എന്താണുള്ളത്? ആൽഫ പ്ലസ് എൽ, എന്ന് വെച്ചാൽ അവിടെ സോളിഡും ലിക്വിഡും കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അത്രയും ഒരു ഭാഗത്ത് അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് ഐസോമോർഫസ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ, കോപ്പർ നിക്കൽ ഫേസ് ഡയഗ്രാം. സോ ഐസോമോർഫസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അലോയ് സിസ്റ്റം വിച്ച് ആർ കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അത്തരത്തിലുള്ള സിസ്റ്റമാണ് ഐസോമോർഫസ് സിസ്റ്റം. എക്സാമ്പിൾ കോപ്പർ നിക്കൽ. ഇതാണ് അതിന്റെ ഫേസ് ഡയഗ്രാം. ഫേസ് ഡയഗ്രാം നമുക്ക് എന്തൊക്കെ റീഡ് ചെയ്യാന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഇതില് ഡിറ്റർമിനേഷൻ ഓഫ് കോമ്പോസിഷൻ ആൻഡ് ഫേസ് എമൗണ്ട്സ്. ഇപ്പൊ ഞാനൊരു പോയിന്റ് എടുത്തു. ഇതിൽ നോക്കിയാൽ നിങ്ങൾ എച്ച് എന്നുള്ള പോയിന്റ് അല്ലെ. ദ പോയിന്റ് എച്ച് ലൈസ് ഓൺ ദി solid solution that phase. Okay, then one more point is there y. This y point lies on this transition region, that is where the liquid and solid phase coexist. Okay, വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെഡ് എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യാം ലിക്വിഡ് റീജിയനിൽ. അപ്പൊ നമ്മൾ ഇവിടുത്തെ കോമ്പോസിഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാവും? നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ബൈ ഒബ്സർവിംഗ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ഫേസസ് അല്ലെ. നമുക്ക് നോക്കിയാൽ തന്നെ ഇപ്പൊ മനസ്സിലാവും എത്ര ഫേസ് നമുക്ക് കണ്ടുപിടിക്കാം. ഡിറ്റർമൈൻ ദ ഫേസ് എമൗണ്ട്സ് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എച്ച് എന്നുള്ളൊരു പോയിന്റ് ഇവിടെ എടുത്തു. എച്ച് എന്നുള്ള പോയിന്റിലെ കോമ്പോസിഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാലോ എച്ച് എന്നുള്ള പോയിന്റ് എന്ന് പറയുന്നത് അവിടെ എന്താണ് 60% നിക്കലാന്നുള്ളത് അല്ലെ. 60% നിക്കൽ എന്ന് പറയുമ്പോൾ റിമൈനിങ് 40% കോപ്പർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എച്ച് എന്നുള്ള പോയിന്റ് ഏത് ടെമ്പറേച്ചറിലാണ്? അതിന്റെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് 1150 റേഞ്ചിൽ വരുന്നുണ്ട് ടെമ്പറേച്ചർ. ഓക്കെ, 1150 ആണ് അതിന്റെ ടെമ്പറേച്ചർ വരുന്നത് അല്ലെ. ഇത് നമ്മൾ ലെഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 1100 200 ഇടയിലാണ് അല്ലെ. 1150 ആണ് ടെമ്പറേച്ചർ. 1150 ഡിഗ്രി സെൽഷ്യസിലുള്ള ഈ പോയിന്റിൽ നമുക്ക് എത്രയാണ്? 60% നിക്കലും 40% കോപ്പറും ആണ് അല്ലെ. ആ അലോയ്, ഈ പോയിന്റിലെ അലോയ്, ആ ഒരു കോമ്പോസിഷനിലെ അലോയ് ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ ഫേസ് എമൗണ്ടോ ഇവിടെ എന്താണ്? ഫേസ് കംപ്ലീറ്റ് സോളിഡ് ആണ്. അപ്പൊ 100% സോളിഡ് ആണ് ഇവിടെയുള്ള ഫേസ് എമൗണ്ട്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ലിക്വിഡ് റീജിയനിൽ നമുക്കൊരു പോയിന്റ് തരിക. ഇതിൽ ഞാൻ അത് കാണിച്ചിട്ടില്ല. ലെറ്റ് us assume there is a point here z. z എന്നുള്ള പോയിന്റ് corresponding to 1500 ഡിഗ്രി സെൽഷ്യസ് z at this cursor ഇക്കുള്ള ഈ പോയിന്റിൽ. So what is the composition? 40% weight percentage of
nickel and remaining 60% of ഈ പോയിന്റിൽ 40% composition nickel ആയിരിക്കും, remaining 60% copper ആയിരിക്കും at 1500 degree Celsius. അതാണ് composition. എന്തായിരിക്കും phase amount? At that point the phase amount will be completely liquid. Okay, so what about the point y? Y എന്നുള്ള പോയിന്റ് നോക്കിയോ, y എന്നുള്ള പോയിന്റ് ഓൾമോസ്റ്റ് അത് വരുന്നത് ഓൾമോസ്റ്റ് 35 30 ഓൾമോസ്റ്റ് 35 വന്നത്. താഴേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രയാണ് 30 ഇവിടെ വരും. ഓൾമോസ്റ്റ് ഇത് ഇപ്പൊ കേഴ്സറിൽ ഈ പോയിന്റിലാണ് വരുന്നത്. ഓൾമോസ്റ്റ് 35% വെയിറ്റ് പെർസെന്റേജ് നിക്കൽ ഉണ്ടല്ലേ y എന്നുള്ള പോയിന്റ്, റിമൈനിങ് 65 വെയിറ്റ് പെർസെന്റേജ് കോപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഒരു ഓവറോൾ കോമ്പോസിഷൻ നമുക്ക് പറയാം. പക്ഷെ y എന്നുള്ള പോയിന്റിലുള്ള ഫേസ് എമൗണ്ട്സ് എത്രയായിരിക്കും? അവിടെ ഏത് ഫേസ് ആണുള്ളത്? അവിടെ ലിക്വിഡ് ഫേസും ഉണ്ട്, അവിടെ സോളിഡ് ഫേസും ഉണ്ട് അല്ലെ. അപ്പൊ എത്ര പെർസെന്റേജ് സോളിഡ് ഫേസ് ഉണ്ട്, എത്ര പെർസെന്റേജ് ലിക്വിഡ് ഫേസ് ഉണ്ട് അല്ലെ? നമ്മൾ അതെങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും? നമുക്ക് എച്ച് എന്നുള്ള പോയിന്റിൽ അത് ഈസി ആയിരുന്നു, കാരണം അവിടെ കംപ്ലീറ്റ് 100% സോളിഡ് ആയിരുന്നു. പക്ഷെ y എന്നുള്ള പോയിന്റിൽ എത്ര പെർസെന്റേജ് സോളിഡ് ഉണ്ട്, എത്ര പെർസെന്റേജ് ലിക്വിഡ് ഉണ്ട്? ഫോർ ദാറ്റ് വി വിൽ യൂസ് എ മെത്തേഡ് ദാറ്റ് ഈസ് കോൾഡ് ദ ടൈ ലൈൻ മെത്തേഡ്. Okay, we will use a tie line method. By using the tie line method, we will apply a rule called lever rule to find out the amount of the phase present in that region. Okay, അതാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ ശരിക്കും ചെയ്തത് ഈ ഫിഗർ, ഇപ്പൊ നിങ്ങൾ കണ്ട ഫിഗറിന്റെ ഈ ഒരു y പോയിന്റ് ഇല്ലേ, ആ y പോയിന്റിനെ ഒന്ന് സൂം ചെയ്തു. സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇമേജ് ആണ് ഇപ്പൊ കാണിക്കുന്നത്, ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? y എന്നുള്ള പോയിന്റ് കാണിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രൊസീജിയർ? ദർ ഇസ് എ ടൈ ലൈൻ പ്രൊസീജിയർ യു ഹാവ് ടു ഫോളോ. എന്താ സംഭവിക്കുന്നത്? അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഈ കോമ്പോസിഷൻ കിട്ടാത്ത ഒരു അവസരം നമ്മൾ അവിടെ ഒരു ടൈ ലൈൻ ഡ്രോ ചെയ്തു അല്ലെ. A tie line is drawn horizontally across the two phase region corresponding to the selected temperature. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തത്, അപ്പൊ y എന്നുള്ള പോയിന്റ് നമ്മൾ ഓൾമോസ്റ്റ് 1250 ഡിഗ്രി സെൽഷ്യസിലെ ഒരു പോയിന്റ് ആണ് y അല്ലെ. ആ y എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ ഹൊറിസോണ്ടൽ ഒരു ലൈൻ വരച്ചു. ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ടൈ ലൈൻ. ദാറ്റ് ലൈൻ വിൽ ഇന്റർസെക്ട് അറ്റ് ദി സോളിഡസ് ലൈൻ ആസ് വെൽ ആസ് ഓൺ ദി ലിക്വിഡസ് ലൈൻ. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ് കിട്ടി. The intersection of the tie line with the phase boundaries on both sides are noted. Okay, രണ്ട് പോയിന്റ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം vertical lines are drawn downwards. അതാണ് ഇവിടെ കാണിക്കുന്നത് ഈ ലൈൻ, ഈ ഡോട്ടഡ് ലൈൻ, ഈ ചെയിൻ ലൈൻ ആണ്. Vertical lines are drawn downwards from the intersecting points to the composition axis from which composition of the phase is obtained. അപ്പൊ നമുക്ക് എന്തെല്ലാം കിട്ടി കോമ്പോസിഷൻ? ഇൻ മിഡിൽ, അതായത് y എന്നുള്ള പോയിന്റ് ഓവറോൾ കോമ്പോസിഷൻ നമുക്ക് ഇവിടെ അറിയാം, C. ഓക്കെ, ഓൾമോസ്റ്റ് 35% വെയിറ്റ് പെർസെന്റേജ് നിക്കൽ ഉണ്ട്. ഞാൻ തൽക്കാലം ഒന്നിന്റെ മാത്രം പെർസെന്റേജ് പറയാം. പിന്നെ 35% നിക്കൽ പറഞ്ഞാൽ റിമൈനിങ് 65 കോപ്പർ ആയിരിക്കും. 35% നിക്കലാണ് നമ്മുടെ CO ഉള്ളത് അല്ലെ. CL എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. CL എന്നുള്ള പോയിന്റ് ഇവിടെ എടുക്കാം. CL എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊടുക്കുന്നുണ്ട്, കൺസിഡർ ദ പോയിന്റ് y in the figure corresponding to 1250 degree Celsius and 35 weight% nickel and 65 weight% copper lying with the alpha liquid two phase region. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ലൈൻ വരച്ചു, വെർട്ടിക്കൽ ലൈൻ താഴേക്ക് വരച്ചു. അപ്പൊ നമുക്ക് കിട്ടുന്ന നോക്കിയ ഫസ്റ്റ് CL എന്നുള്ള പോയിന്റ് എന്നാണ് 31.5% നിക്കലിലെ പോയിന്റ് നമുക്ക് ഇവിടെ CL കിട്ടിയത് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് C ആൽഫ എന്നുള്ള പോയിന്റും കിട്ടും. അവിടെ ഓൾമോസ്റ്റ് എത്രയാ 42.5 weight% നിക്കൽ കിട്ടുന്ന C ആൽഫ പോയിന്റ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നോക്കിയേ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് CL to C0 ആ കോമ്പോസിഷൻ ഡിഫറൻസ് ആണ് ക്യാപിറ്റൽ R കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓവർ കോമ്പോസിഷനും C ആൽഫയും കോമ്പോസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്യാപിറ്റൽ S കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. Now how to determine the phase amount? So we need to find how much of each phase exists at each given temperature. The ratio of the two phases present can be found out by using the lever rule. ഓക്കെ, അപ്പൊ അവിടെ എത്ര പെർസെന്റേജ് വെയിറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, എത്ര പെർസെന്റേജ് ഓഫ് വെയിറ്റ് സോളിഡ് ഫേസ് ഉണ്ട്, നമുക്ക് ലിവർ റൂൾ വെച്ച് കണ്ടുപിടിക്കാം അല്ലെ. അത് കൂടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എത്ര ഫ്രാക്ഷൻ ഓഫ് ദി കോമ്പോസിഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. എത്ര ഫ്രാക്ഷൻ അവിടെ ഈ നിക്കലിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ കോപ്പറിന്റെ കോമ്പോസിഷൻ ഉണ്ട് ആ പോയിന്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതും സോളിഡ് സ്റ്റേറ്റിൽ എത്ര കോമ്പോസിഷൻ ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിൽ എത്ര കോമ്പോസിഷൻ ഉണ്ട് കണ്ടുപിടിക്കാം. ലിവർ റൂൾ എന്ന് പറയുന്നത് ഫോർ എ two-phase region, the tie line is made use of along with a procedure called a lever rule. After drawing vertical lines from the endpoints of the tie line, the distance R and S are to be determined in terms of composition of any one of the components. If WL and W alpha represent the relative amount, that is the percentage amount of the two phases, then we have this equation: percentage amount of the liquid phase WL will be equal to S by R plus S.
ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ പഠിക്കണം നിങ്ങൾ. ഇത് ലിവർ റൂൾ ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കും. അപ്പൊ വിത്ത് ഈ എക്സാമ്പിൾ നിങ്ങൾ ഈ ഡയഗ്രം വെച്ചിട്ട് വേണം പറയാൻ. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. WL എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസിന്റെ അല്ലെങ്കിൽ വെയിറ്റ് പെർസെന്റേജ് ഓഫ് that liquid phase WL will be equal to S by R plus S, that much percentage. Okay, and W alpha phase in W alpha will be equal to R by R plus S percentage into 100, that much percentage. So S വെച്ചാൽ എന്താണ്? S വെച്ചാൽ എന്താണ്? C alpha minus CO ആക്കിയാൽ നമുക്ക് S കിട്ടുമല്ലേ വാല്യൂ. അതുപോലെ R ന്റെ വാല്യൂ എങ്ങനെ കിട്ടും? CO minus CL ആക്കിയാൽ R ന്റെ വാല്യൂ കിട്ടും. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്താക്കാം, ഇതിനെ കൺവേർട്ട് ചെയ്യാം. എസിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് സി ആൽഫ മൈനസ് സിഒ എന്ന് എഴുതാം. അതുപോലെ ആറിനെ കൺവേർട്ട് ചെയ്തിട്ട് സിഒ മൈനസ് സി എൽ എന്ന് എഴുതാം. ആർ പ്ലസ് എസ് വെച്ചാൽ എന്താണ്? ഈ കംപ്ലീറ്റ് ലെങ്ത് ആണ്, എന്ന് വെച്ചാൽ സി ആൽഫ മൈനസ് സി എൽ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ സി ആൽഫ മൈനസ് സി എൽ വന്നത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് വാല്യൂസ് കിട്ടും. ഈ എക്സാമ്പിൾ വെച്ച് നമ്മൾ ആ വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഈ എക്സാമ്പിൾ എത്രയാണ്? സിഒന്റെ വാല്യൂ 35.8% നിക്കലാണ്. സി ആൽഫന്റെ വാല്യൂ 42.58% നിക്കലാണ്. ആൻഡ് സി എല്ലിന്റെ വാല്യൂ ഇത് ഇവിടെ 30 സംതിങ്, എത്ര 31.58% നിക്കലാണ്. സോ പുട്ടിംഗ് ഇൻ ദാറ്റ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് 68% weight percentage of liquid and 32% weight percentage of alpha, that is solid. So in that particular point y, the phase amounts are 68% of the liquid phase and the 32% of this alpha phase. Okay, അപ്പോൾ ലിവർ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് അമൗണ്ട്സ് കാണുന്നത്. അതുകൂടാണ് നമുക്ക് എന്താണ് ഈ ടൈലൈൻ വെച്ച് നമുക്ക് ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ്, അതായത് നോക്കിയേ ഈ ഒരു പോയിന്റിൽ എത്രയാണ് നിക്കൽ അലോയിന്റെ എത്ര ഫ്രാക്ഷൻ ആണ് ഉള്ളത്, അതും അതിന്റെ സോളിഡ് ഫേസിൽ എത്ര ഫ്രാക്ഷൻ ഉണ്ട്, ലിക്വിഡ് ഫേസിൽ എത്ര ഫ്രാക്ഷൻ ഉണ്ട്. കാരണം വൈനില പോയിന്റിൽ എന്തൊക്കെയുണ്ട്? ലിക്വിഡും സോളിഡും ഉണ്ട് അല്ലെ. അപ്പൊ ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ് ഓഫ് കോമ്പോസിഷൻ 31.5% നിക്കൽ. അത് 31.5% നിക്കൽ കോമ്പോസിഷൻ ഉള്ള ലിക്വിഡിന്റെ ഫ്രാക്ഷൻ എത്രയാണെന്നാണ് നോക്കുന്നത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.68. അതുപോലെ തന്നെ അതിന്റെ റൈറ്റ് സൈഡിലെ 42.5% നിക്കൽ കോമ്പോസിഷനുള്ള സോളിഡിന്റെ ഫ്രാക്ഷൻ എത്രയാണെന്നാണ് ഇവിടെ കണ്ടുപിടിച്ചത്. അതായത് 0.32 ആണ്. സോ ഇത് രണ്ടും വെച്ച് നമുക്ക് ഓവറോൾ കോമ്പോസിഷൻ കിട്ടണം. ദാറ്റ് ഈസ് ഓവറോൾ കോമ്പോസിഷൻ ഓഫ് അലോയ് വിൽ ബി എത്രയാണ് നമുക്ക് അറിയാം. ഓവറോൾ കോമ്പോസിഷൻ ഇവിടെ നമുക്ക് കിട്ടി, ഗ്രാഫിൽ നമുക്ക് അറിയാം എത്രയാണ്, 35% ആണ്. 0.68 അല്ലെ, 0.68 ലിക്വിഡ് ഫേസിന്റെ കണ്ടന്റ് ആണ്, ഫേസ് എമൗണ്ട് ആണ്. 0.68 into 31.5 plus 0.38 into 42.5 will give 35% നിക്കൽ. ഓക്കെ, അപ്പൊ നമുക്ക് റിലേറ്റീവ് ഫേസ് എമൗണ്ട്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ലിവർ റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടൈലൈൻ മെത്തേഡും ലിവർ റൂളും ഇമ്പോർട്ടന്റ് ആണ്, അത് എക്സാമിന് ചോദിക്കാം. നെക്സ്റ്റ് ഉള്ള ഒരു ചെറിയ ഒരു ടേം ആണ് കോറിംഗ്. വാട്ട് ഈസ് കോറിംഗ്? ഡിഫൈൻ കോറിംഗ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാം. സോ വാട്ട് ഈസ് കോറിംഗ്? അപ്പൊ കോറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു ടേം ആണ്. എന്താണ് ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കി. ആസ് ആൻ അലോയ് ഓഫ് ഐസോമോർഫസ് ടൈപ്പ് സോൾഡിഫൈസ് ദ സെന്റർ ഓഫ്. അപ്പൊ എന്താണ് നമ്മൾ ഫൈനലി ചെയ്യുന്നത്? ഇത് കൂൾ ചെയ്യാം അല്ലെ. നമ്മൾ ഈ അലോയ് നമ്മൾ കൂൾ ചെയ്യുമ്പോൾ അത് സോൾഡിഫൈ ചെയ്യും. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് എത്തുകയാണ്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ടെമ്പറേച്ചർ റീജിയനിൽ അത് എന്ത് ചെയ്യുന്നു? ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസ് കോഎക്സിസ്റ്റ് ചെയ്യുന്നു, അതായത് ആൽഫ പ്ലസ് എൽ ഫേസ്. As an alloy of isomorphous type solidifies, the center of a grain will be rich in component having higher melting point. Okay, center of the grain. അപ്പൊ ഇത് ഗ്രെയിൻ ആയിട്ടാണ് അല്ലെ, ഗ്രെയിൻ സ്ട്രക്ചർ ആയിട്ടാണല്ലോ സോളിഡിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ ഗ്രെയിൻ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഗ്രെയിൻ നോക്കുകയാണെങ്കിൽ അതിന്റെ ഇന്നർ കോർ എടുത്തു, അതിന്റെ ഔട്ടർ റീജിയൻ എടുക്കുകയാണെങ്കിൽ, സോ the center of the grain will be rich in the component having higher melting point. ഫോർ എക്സാമ്പിൾ നമ്മൾ കോപ്പർ നിക്കൽ അലോയ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലായത്? അതിന്റെ കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1084 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. നിക്കലിന്റെ 1400 സംതിങ് ഡിഗ്രി 43 അല്ലെ, സംതിങ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പൊ നിക്കലിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ് കൂടുതൽ. അപ്പൊ ഹയർ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് എപ്പോഴും എവിടെ വരും? ഗ്രെയിൻ സൈസ് ഉണ്ടാകുമ്പോൾ അതിന്റെ സെന്റർ വിൽ ബി റിച്ച് ഇൻ the component which is having higher melting point. The concentration of the element having low melting point increases with the position from center to the grain boundary. This is called coring. അപ്പൊ ഇതിനെയാണ് നമ്മൾ കോറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കോറിംഗ് എന്ന് വെച്ചാൽ ഗ്രെയിൻ സൈസ് ഫോർമേഷൻ നടക്കുന്ന സമയത്ത്, ഏത് ഐസോമോർഫസ് സിസ്റ്റത്തിൽ ഗ്രെയിൻ സൈസ് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഈ ഗ്രെയിൻസിന്റെ ഇന്നർ സെക്ഷനിലൊക്കെ എന്താണ്, ഇന്നർ സെക്ഷൻ വിൽ ബി റിച്ച് ഇൻ those component which is having a higher melting point, and towards going the outer periphery of the grain
that which is having the lower melting point will be seen in a larger percentage. Okay. The effect of coring can be eliminated by a heat treatment process called homogenization. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി ഓർത്ത് നോക്കുക. This effect of coring can be eliminated by a heat treatment process called homogenization, which is carried out at a temperature below the solidus temperature of the alloy. അപ്പോൾ നമുക്ക് ഗ്രെയിൻ സ്ട്രക്ചർ അങ്ങനെ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കോറിങ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് ചെയ്യാം. ആ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹോമോജനൈസേഷൻ. അവിടെ എങ്ങനെയാണ് ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്നത്? The heat treatment, that process is carried out at a temperature below the solidus temperature of the alloy. എന്താണ് solidus temperature? It is a temperature below which the system is completely solid. solidus temperature-ലാണ് നമ്മളിത് ക്യാരി ഔട്ട് ചെയ്യുന്നത് ഈ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്. അപ്പൊ കോറിംഗ് എന്ന് ചോദിച്ചാൽ ഓർമ്മ വേണം. കോറിംഗ് ചിലപ്പോൾ നിങ്ങളോട് ഒരു ഷോർട്ട് ആൻസർ ചെറിയ 2-3 മാർക്കിലെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ നമ്മൾ കുറെ ടൈപ്സ് ഓഫ് ബൈനറി സിസ്റ്റംസ് ആണ് നോക്കുന്നത് അല്ലെ. ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയത്, നമ്മൾ ബൈനറി സിസ്റ്റത്തിൽ നോക്കിയത് ഐസോമോർഫസ് സിസ്റ്റം. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു കോപ്പർ നിക്കൽ സിസ്റ്റം. സെക്കൻഡ് ആയിട്ട് നമ്മൾ നോക്കുന്ന സിസ്റ്റം ആണ് യൂടെക്റ്റിക് സിസ്റ്റം. ഓക്കെ. അപ്പൊ എന്താണ് ഈ ഐസോമോർഫസ് സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ്, പ്രത്യേകത എന്തായിരുന്നു? ഐസോമോർഫസ് സിസ്റ്റത്തിൽ എന്താണ്, ഈ രണ്ട് കോമ്പോണന്റും കംപ്ലീറ്റ് സൊല്യൂബിൾ ആയിരുന്നു അല്ലെ. കോപ്പർ നിക്കൽ സിസ്റ്റം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തു. അവിടെ എന്താണ് കംപ്ലീറ്റ് സൊല്യൂബിലിറ്റി ആണ് കാണിക്കുന്നത്. അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ ആണ്. ഓക്കെ. അവിടെ കംപ്ലീറ്റ് സൊല്യൂബിലിറ്റി പോസിബിൾ അല്ല. അതായത് ഇൻ ലിക്വിഡ് ഫേസ് ആൻഡ് ബോത്ത് ഇൻ ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസ് ദ കോമ്പൗണ്ട്സ് ആർ കംപ്ലീറ്റ്ലി സൊല്യൂബിൾ. ഓക്കെ. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല എല്ലാ സിസ്റ്റത്തിലും. ഓക്കെ. എല്ലാ സിസ്റ്റത്തിലും അങ്ങനെ ആവണമെന്നില്ല. അവിടെ ലിമിറ്റഡ് സൊല്യൂബിലിറ്റി പല സ്ഥലത്തും വരാം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സിസ്റ്റമാണ് യൂടെക്റ്റിക് സിസ്റ്റം. ഓക്കെ. സോ അതാണ് പറയുന്നത് ഓൾ ബൈനറി സിസ്റ്റംസ് ഡു നോട്ട് ഷോ കംപ്ലീറ്റ് സോളിഡ് സൊല്യൂബിലിറ്റി. എവിടെയാണ് നമുക്ക് ഇത് ഈ സോളിഡ് സൊല്യൂബിലിറ്റി നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഏത് റൂൾ വെച്ചിട്ടാണ്? ഹ്യൂം-റോത്തറി റൂൾ അല്ലെ. അത് ആ റൂളിലെ നാല് റൂളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് സൊല്യൂബിലിറ്റി പോസിബിൾ ആവും. The Hume-Rothery rules are not ideally obeyed by many pairs of elements. This usually results in two different categories of binary systems. Okay. അപ്പോൾ വീണ്ടും കംപ്ലീറ്റ് സൊല്യൂബിൾ ആണെന്നില്ലെങ്കിൽ തന്നെ അവിടെ വീണ്ടും രണ്ട് കാറ്റഗറി വന്നു. കംപ്ലീറ്റ് സൊല്യൂബിൾ ആണെങ്കിൽ നമുക്ക് ഐസോമോർഫസിറ്റി, കംപ്ലീറ്റ് സൊല്യൂബിൾ ആണെന്നില്ലെങ്കിൽ രണ്ട് കാറ്റഗറി വരുന്നുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ, the simple Eutectic system in which the components are completely soluble in liquid state while completely insoluble in solid state. എങ്ങനെ വന്നു? ലിക്വിഡ് സ്റ്റേറ്റിൽ രണ്ട് കോമ്പോണന്റും കംപ്ലീറ്റ് സൊല്യൂബിൾ ആണ്, ഐസോമോർഫസ് സിസ്റ്റം പോലെ. പക്ഷെയോ സോളിഡ് സ്റ്റേറ്റ് വരുമ്പോഴോ കംപ്ലീറ്റ്ലി ഇൻസൊല്യൂബിൾ ആണ്, സൊല്യൂബിളേ ആവുന്നില്ല അല്ലെ. അത് അതിൽ ഡിസോൾവ് ആവുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഇൻസൊല്യൂബിൾ ഇൻ സോളിഡ് സ്റ്റേറ്റ്. അങ്ങനെ ഒരു കണ്ടീഷനിൽ ഒരു സിസ്റ്റം വരാം. രണ്ടാമത്തതോ, the components have complete solubility in liquid state. നേരത്തെ പോലെ തന്നെ കംപ്ലീറ്റ് സൊല്യൂബിലിറ്റി ഉണ്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ, ബട്ട് ലിമിറ്റഡ് സൊല്യൂബിലിറ്റി ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ ഇൻസൊല്യൂബിൾ അല്ല, പക്ഷെ കുറച്ച് അതിൽ ഡിസോൾവ് ആവും. അതായത് ലിമിറ്റഡ് സൊല്യൂബിലിറ്റി ഉണ്ട് അല്ലെ. ലിമിറ്റഡ് സൊല്യൂബിലിറ്റി ഉണ്ട് വിത്ത് 2 ടെർമിനൽ സോളിഡ് സൊല്യൂഷൻ. അതിൽ 2 ടെർമിനൽ സോളിഡ് സൊല്യൂഷൻസ് ഉണ്ടാകുന്നില്ല. എന്താണെന്നില്ല നമ്മൾ അതിന്റെ സ്ലൈഡ് വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഇങ്ങനെ രണ്ട് ടൈപ്പ് സിസ്റ്റംസ് ഉണ്ടാവുന്നുണ്ട് യൂടെക്റ്റിക് സിസ്റ്റത്തിൽ തന്നെ. രണ്ട് കാറ്റഗറീസ് ഉണ്ട്. എന്താണ് യൂടെക്റ്റിക് സിസ്റ്റം അല്ലെങ്കിൽ യൂടെക്റ്റിക് റിയാക്ഷൻസ് പറഞ്ഞാൽ? ഓക്കെ. ഇൻ എ യൂടെക്റ്റിക് റിയാക്ഷൻ, when a liquid solution of definite composition solidifies at a fixed temperature, two separate solid phases are formed. ഓക്കെ. അപ്പൊ യൂടെക്റ്റിക് സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സോളിഡ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, അത് സോളിഡിഫൈ ചെയ്യുന്ന സമയത്ത്, കൂൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് സോളിഡ് ഫേസസ് കിട്ടും. അപ്പോൾ ഒരു ലിക്വിഡ് ഫേസസിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ട് സോളിഡ് ഫേസസ് കിട്ടുന്ന ആ രീതിയിലുള്ള സിസ്റ്റത്തിനെയാണ്, റിയാക്ഷനെയാണ് നമ്മൾ യൂടെക്റ്റിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഇൻവാരിയന്റ് റിയാക്ഷൻസ് ഉണ്ട്, യൂടെക്റ്റിക് റിയാക്ഷൻസ് ഉണ്ട്, മോണോടെക്റ്റിക് റിയാക്ഷൻസ് ഉണ്ട്, പെരിടെക്റ്റിക് റിയാക്ഷൻസ് ഉണ്ട്. ആ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കും, അടുത്ത ഈ വരുന്ന സ്ലൈഡുകളിൽ നോക്കും. അപ്പോൾ ഇതൊരു ഇൻവാരിയന്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്. എന്താണ് ഇൻവാരിയന്റ് റിയാക്ഷൻ? ഇൻവാരിയന്റ് റിയാക്ഷൻ മീൻസ് ഇറ്റ് occurs at a point having 0 degree of freedom. ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ് സമയത്താണ് ഈ അതുപോലത്തുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഇൻവാരിയന്റ് റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഫേസ് ഡയഗ്രത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഇൻവാരിയന്റ് റിയാക്ഷൻസ് ഉണ്ടാവാം. യൂടെക്റ്റിക് റിയാക്ഷൻസ് ഉണ്ടാവാം, പെരിടെക്റ്റിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ചില പർട്ടിക്കുലർ ടെമ്പറേച്ചർ പോയിന്റിൽ ഈ റിയാക്ഷൻസ് ഉണ്ടാവാം. ഇപ്പൊ യൂടെക്റ്റിക് റിയാക്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും യൂടെക്റ്റിക് റിയാക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഹൈപ്പോ യൂടെക്ടോയിഡ് ഉണ്ട്, ഹൈപ്പർ യൂടെക്ടോയിഡ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ വരുന്ന ക്ലാസ്സുകളൊക്കെ നോക്കും. Now, this is an invariant reaction, means it occurs at a point having 0 degree of freedom.
In a eutectic system, there is always an alloy of a specific composition called eutectic composition, which solidifies at a fixed lower temperature than alloy of all other composition. അപ്പോൾ നമുക്കറിയാം എന്താണ് കൂളിംഗ് കർവ് നമ്മൾ ഡ്രോ ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് കൂളിംഗ് കർവ്? ഈ ലിക്വിഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലുള്ള ഈ അലോയ് അത് അത് കൂൾ ചെയ്ത് അത് അതിന്റെ സോളിഡ് സ്റ്റേറ്റിലേക്ക് എത്തിയാണല്ലേ, സോളിഡ് സൊല്യൂഷനിലേക്ക് എത്തിയാണ്. നോക്കിയാൽ നമുക്കറിയാം അലോയ്സിന്റെ ഡിഫറെന്റ് കോമ്പോസിഷൻ ഉണ്ട് അല്ലെ. 0 to 100% വരെ വേരിയേഷൻ ഉണ്ട്. ഡിഫറെന്റ് കോമ്പോസിഷൻ അവൈലബിൾ ആണ്. ഇതിൽ എല്ലാ കോമ്പോസിഷനും ഒരുപോലെ ആയിരിക്കും സോളിഡിഫൈ ചെയ്യാവുന്നത് അല്ല. അങ്ങനെയാണ് നമുക്കൊരു ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈനിൽ കിട്ടുന്നത്. അങ്ങനെയല്ലല്ലോ നമുക്ക് കിട്ടിയത്. നമുക്കൊരു കർവും ഒരു ഇൻക്ലൈൻ ലൈനും ഒക്കെയാണ് കിട്ടുന്നത് അല്ലെ ഫേസ് ഡയഗ്രത്തിൽ. എന്ന് വെച്ചാൽ ഡിഫറെന്റ് കോമ്പോസിഷൻ ഓഫ് അലോയ്സ് ആർ ഹാവിംഗ് ഡിഫറെന്റ് മെൽറ്റിംഗ് പോയിന്റ്സ് അല്ലെ. അപ്പൊ അതെല്ലാം മെൽറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ടെമ്പറേച്ചറിലായിരിക്കും. അപ്പോൾ ഓരോ അലോയും സോൾഡിഫൈ ചെയ്യുന്നത് ഓരോ ടെമ്പറേച്ചറിലായിരിക്കും. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അലോയിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കും. ഓക്കെ. So in all the eutectic system, there is always an alloy of a specific composition which solidifies at a fixed lower temperature than alloys of all other composition. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനെ നമ്മൾ യൂടെക്റ്റിക് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു യൂടെക്റ്റിക് കോമ്പോസിഷൻ ഉണ്ടാവുന്ന ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ യൂടെക്റ്റിക് ടെമ്പറേച്ചർ എന്ന് പറയും. ദിസ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് യൂടെക്റ്റിക് ടെമ്പറേച്ചർ. ദ പോയിന്റ് ഓൺ ദ ഫേസ് ഡയഗ്രാം ഡിറ്റർമൈൻഡ് ബൈ യൂടെക്റ്റിക് കോമ്പോസിഷൻ ആൻഡ് യൂടെക്റ്റിക് ടെമ്പറേച്ചർ ഈസ് കോൾഡ് യൂടെക്റ്റിക് പോയിന്റ്. അപ്പോൾ ഈ ഒരു യൂടെക്റ്റിക് കോമ്പോസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ്. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് യൂടെക്റ്റിക് ടെമ്പറേച്ചർ. ആൻഡ് ദാറ്റ് പോയിന്റ് വേർ ദിസ് point of formation of this alloy is called the eutectic point. Okay. അപ്പോൾ നമ്മൾ നോക്കുകയാണ് യൂടെക്റ്റിക് സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് വൺ ഈസ് അലോയ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഇൻസോല്യൂബിൾ ഇൻ സോളിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ ഇത് കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആണ് എല്ലാ കേസിലും. സോളിഡ് സ്റ്റേറ്റ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അലോയ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഇൻസോല്യൂബിൾ ഇൻ സോളിഡ് സ്റ്റേറ്റ്. അപ്പൊ ആ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് എ സിമ്പിൾ യൂടെക്റ്റിക് സിസ്റ്റം. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ അതിനായിട്ട് പറയുന്നത് കാഡ്മിയം ബിസ്മത്ത് സിസ്റ്റം ആണ് യൂടെക്റ്റിക് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ. ഓക്കെ. ഇവിടെ അതിന്റെ ഫേസ് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയാൽ നമ്മളെ ഐസോമോർഫസ് സിസ്റ്റം അല്ലെങ്കിൽ 2 കോമ്പൗണ്ട് സിസ്റ്റത്തിന്റെ കൂളിംഗ് കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു അതിന്റെ കൂളിംഗ് കർവ് എങ്ങനെയാണ്. പ്യുവർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്യുവർ കോമ്പൗണ്ട് ഒരു പ്യുവർ എലമെന്റ് ഫേസ് ഡയഗ്രാം കൂളിംഗ് കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? അത് സ്ട്രേറ്റ് ലൈൻ വന്നു, പിന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, സോറി ഒരു ഇൻക്ലൈൻ ലൈൻ വന്നു, പിന്നെ ഹൊറിസോണ്ടൽ ലൈൻ, പിന്നെ വീണ്ടും ഇൻക്ലൈൻ ലൈൻ അല്ലെ. അപ്പൊ സെയിം ഒരു പ്യുവർ എലമെന്റ് അല്ലെങ്കിൽ പ്യുവർ മെറ്റൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് കൂളിംഗ് കർവിൽ, അതുപോലെ തന്നെ ആയിരിക്കും ഒരു യൂടെക്റ്റിക് ടെമ്പറേച്ചറിലെ യൂടെക്റ്റിക് മെൽറ്റിംഗ് പോയിന്റിലെ ഒരു എലമെന്റ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ. ഫേസ് ഡയഗ്രാം ഓഫ് എ കാഡ്മിയം ബിസ്മത്ത് സിസ്റ്റം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ യൂടെക്റ്റിക് സിസ്റ്റം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 100% കാഡ്മിയം ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത് അല്ലെ, പ്യുവർ കാഡ്മിയം. റൈറ്റ് സൈഡിൽ പ്യുവർ ബിസ്മത്ത് ആണുള്ളത്. അപ്പൊ കാഡ്മിയത്തിലേക്ക് ഏത് കോമ്പോസിഷൻ ആണ് ആഡ് ചെയ്തുകൊണ്ട് വന്നത്? ബിസ്മത്തിന്റെ പെർസെന്റേജ് വെയിറ്റ് ആഡ് ചെയ്തുകൊണ്ട്. എന്താ സംഭവിക്കുന്നത്? The melting point of cadmium comes down with the addition of bismuth. ബിസ്മത്ത് ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ടുണ്ടോ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞുകൊണ്ട് വരും അല്ലെ. ഇവിടെ ലിക്വിഡ് റീജിയൻ ആണ്, അത് സോൾഡിഫൈ ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു ലൈനാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ലിക്വിഡസ് ലൈൻ ആണ് കാണിക്കുന്നത്. ലിക്വിഡസ് ലൈനിന്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് മെറ്റീരിയൽ ലിക്വിഡ് ആയിരിക്കും. The liquidous lines of both compounds intersect at a point. ഈ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ദ യൂടെക്റ്റിക് പോയിന്റ്. ഓക്കെ. ആ പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്? ഈ ലിക്വിഡ് ഡയറക്റ്റ് ആയിട്ട് സോളിഡ് ആയി മാറുന്നു. ശരിയല്ലേ? ഈ ലിക്വിഡ് ഡയറക്റ്റ് ആയിട്ട് രണ്ട് സോളിഡ് ഉണ്ട് ഇവിടെ അല്ലെ. കാഡ്മിയം ബിസ്മത്തിന്റെ സോളിഡ് ഉണ്ട് ഇവിടെ. അപ്പൊ ലിക്വിഡ് കംപ്ലീറ്റ് ആയിട്ട് സോളിഡ് ആയിട്ട് മാറുന്ന, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് രണ്ട് സോളിഡ് എയും സോളിഡ് ബിയും അങ്ങനെ രണ്ട് സോളിഡ് ആയിട്ട് മാറുന്ന ആ ഒരു റിയാക്ഷനെയാണ് നമ്മൾ യൂടെക്റ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് ഈ പോയിന്റിലാണ് സംഭവിക്കുന്നത് അല്ലെ. ഓൾമോസ്റ്റ് ഈ ഒരു ടെമ്പറേച്ചറിൽ 140 ഡിഗ്രി സെൽഷ്യസ് സംഭവിക്കുന്നു. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് യൂടെക്റ്റിക് പോയിന്റ് ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഈസ് എ യൂടെക്റ്റിക് ടെമ്പറേച്ചർ. അവിടെ ഉണ്ടാകുന്ന ആ റിയാക്ഷൻ ദാറ്റ് സോളിഡ് ഫേസ് ഈസ് കൺവേർട്ടിംഗ് ടു liquid phase is converting to solid phase. That is the eutectic reaction. The composition of alloy corresponding to this point is called eutectic composition. As the eutectic alloy is cooled below the eutectic temperature, a microstructure consisting of fine alternate solid layers of cadmium and bismuth is formed. അപ്പോൾ അവിടെ അതിന്റെ ലെയർ ഫോർമേഷൻ അങ്ങനെ ആയിരിക്കും. alternate layers of cadmium and bismuth ആയിരിക്കും ഈ യൂടെക്റ്റിക് ടെമ്പറേച്ചറിന്റെ താഴേക്ക് പിന്നെയും കൂൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സോളിഡ് സൊല്യൂഷൻ. അപ്പോൾ ആ ഒരു ഫിഗർ ആണ് ഇവിടെ കാണിക്കുന്നത്. യൂടെക്റ്റിക് സിസ്റ്റത്തിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സിസ്റ്റം ഉണ്ട്, നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ടൈം ആയി തോന്നുന്നു. ഒന്ന് അറ്റൻഡൻസ് ഒന്ന് പറയണം എല്ലാവരും.
ആകാശ് കെ എം, Sir, present. അഖിൽ എം, അമിത്, അനിരുദ്ധ് സുരേഷ്, ഓക്കെ, Present, sir. കാർത്തിക്, ഓക്കെ, മുഹമ്മദ് ലാദിൻ, Present, sir. മുഹമ്മദ് ഷഹസാദ്, മുക്താസിം, മുഹമ്മദ് അസഫ്, Present, sir. മുഹമ്മദ് ഫർദീൻ, Present. ഫത്തേ, Present, sir. ഓക്കെ, മുഹമ്മദ് സമ, Present, sir. മുഹമ്മദ് സിയാൻ. Present, sir. സിയാന, നീ ആബ്സെന്റ് ഉണ്ട്, കുറെ ആബ്സെന്റ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. Yes, sir. നിഷാഖ്. Present, sir. ഓക്കെ, നിവേദ് കുമാർ. Present, sir. ഓക്കെ, പ്രത്യുഷ്. ഓക്കെ, രാഹുൽ രാജീവ്. Present, sir. സരുൺ രാജീവ്. Present. സൗരാഗ് Sir. ശ്രീജിത്ത്. ശ്രീരാഗ് വിജയൻ. ഓക്കെ, വിഷ്ണു കണ്ടു. വിഷ്ണു എപ്പി. ഓക്കെ, വിഷ്ണു മാധവൻ. ഓക്കെ. ഞാൻ നിങ്ങളെ അസൈൻമെന്റിന്റെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. അസൈൻമെന്റ് ചെയ്തിട്ട് അത് ഡേറ്റ് ഉണ്ട്, ടൈം ഉണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ. നിങ്ങൾ അത് ചെയ്ത് വെക്കുക, എന്നിട്ട് അതിനുശേഷം അപ്ലോഡ് ചെയ്യാം. ഓക്കെ.